ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വനിതാ സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ. കേന്ദ്ര വിജ്ഞാപനം വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ വനിതാ സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ വന്നു. കേന്ദ്ര നിയമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. നിയമം ഇന്നലെ പ്രാബല്യത്തിൽ വന്ന രീതിയിലാണ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ ആശയക്കുഴപ്പം ഉണ്ടെന്നും വിചിത്ര നടപടിയെന്നും കോൺഗ്രസ് വിമർശിച്ചു. ഇടമലക്കുടിയിൽ 65,000 കിലോ റേഷൻ അരി കാണാതായ സംഭവം തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഇടുക്കി ജില്ലാ കളക്ടർ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 65,000 കിലോ റേഷൻ അരി കാണാതായ സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഇടുക്കി ജില്ലാ കളക്ടർ. ഒരു മാസമായി ഇടമലക്കുടിയിൽ റേഷൻ അരി ലഭിച്ചില്ലെന്ന പരാതിയിലാണ് അന്വേഷണം. റേഷൻ കടകളിൽ അരി സ്റ്റോക്കില്ല. അരി ലഭിക്കാതെ ജനങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ഈ സാഹചര്യത്തിലാണ് കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പും സഹകരണ വകുപ്പ് രജിസ്ട്രാറുമാണ് അന്വേഷണം നടത്തുക. കുറ്റം തെളിഞ്ഞാൽ വിതരണക്കാർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി. പാകിസ്ഥാന് വൻ സാമ്പത്തിക സഹായവുമായി സൗദി. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് വൻ സാമ്പത്തിക സഹായവുമായി സൗദി അറേബ്യ. $8 ബില്യൺ ധനസഹായം നൽകുവാൻ സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും നിർദ്ദേശിച്ചു. പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കിലെ നിക്ഷേപങ്ങൾ വിപുലീകരിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുകയാണ് സൗദിയുടെ ലക്ഷ്യം. ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരുവാൻ സാധ്യത. അൾട്രാ വയലറ്റ് ഇൻഡെക്സ് ഉയർന്നതിനാൽ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് അലർട്ട് നൽകിയിരിക്കുന്നത്. അൾട്രാ വയലറ്റ് ഇൻഡെക്സ് തുടരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുവാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കൂടാതെ സംസ്ഥാനത്തെ ഉയർന്ന അൾട്രാ വയലറ്റ് ഇൻഡെക്സ് കാരണത്താൽ സൂര്യാഘാതം, സൂര്യാതാപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പു നൽകി. ഒടുവിൽ ഇറാൻ വഴങ്ങിയെന്ന് ട്രംപ്. ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈമാറുവാൻ ഇറാൻ തയ്യാറാണെന്ന് അറിയിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള കരാർ ഉടൻ ഉണ്ടാകുമെന്നും അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2ാം ഘട്ട ചർച്ച ഈ ആഴ്ച തന്നെ നടക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ ധാരണയായി. പ്രഖ്യാപനവുമായി ട്രംപ്. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തലായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 10 ദിവസത്തേക്കാണ് വെടിനിർത്തലെന്നും ലെബനൻ പ്രസിഡന്റുമായും ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായും ചർച്ച ചെയ്തെന്നും ട്രംപ് അറിയിച്ചു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന് പരാതി. ഓക്സിജൻ നൽകുവാൻ ആളുണ്ടായില്ലെന്നും ആരോപണം. തിരുവനന്തപുരം പാറശാലയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ KSEB താൽക്കാലിക ജീവനക്കാരൻ മരിച്ചെന്ന് പരാതി. കുഴഞ്ഞു വീണ അമ്പൂരി സ്വദേശി സന്തോഷിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഓക്സിജൻ നൽകുവാൻ പോലും ജീവനക്കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് ആരോപണം. ആശുപത്രിക്ക് മുൻപിൽ സന്തോഷിന്റെ സഹപ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയ പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ സൌകര്യങ്ങളുടെ അഭാവമുള്ളത് മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.